blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വി ആർ ജോസഫ് ആൻഡ് ഫാമിലി മഹാരാഷ്ട്രയിലെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അവരുടെ മകൾ ലവ്ലിയുടെയും ഭർത്താവ് ജിബിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തെ, സകല കുടുംബത്തിൻ്റെ മേൽ വരേണ്ട നന്മകളും ഐശ്വര്യവും കർത്താവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അവരുടെ മക്കൾ ജിസ്വിന് വേണ്ടിയും ജെറിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അവരുടെ വിദ്യാഭ്യാസവും ഭാവിയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. മൂത്ത സഹോദരനും തൻ്റെ ഭാര്യയ്ക്കുമായി ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള കൃപകൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മുഴു കുടുംബത്തെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നിത്യജീവൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതോടൊപ്പം റിയാദിൽ നിന്നുള്ള ഷാജിക്കും ലിസിക്കുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ജൂൺ 3-ാം തീയതി അവർ സെലിബ്രേറ്റ് ചെയ്തല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ലിസിക്ക് കൂടുതൽ നല്ല ഒരു ജോലി ലഭിക്കുവാനും എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം ലഭിക്കുവാനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ജീമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർച്ചയായ ആസ്മ രോഗത്തിൽ നിന്നും പരിപൂർണ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിൽ മുടങ്ങാതെ പോകുവാൻ കർത്താവെ അത് മുഖാന്തരം അങ്ങ് സഹായിക്കുമാറാകണമേ. മൂത്ത മകന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, UK-യിൽ നല്ല ഒരു ജോലി ലഭിക്കുവാൻ, വളരെ സൽസ്വഭാവിയായി മുന്നിലേക്ക് ജീവിക്കുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകളുടെ വിദ്യാഭ്യാസത്തിനും നല്ല ഒരു ജോലി ലഭിക്കേണ്ടതിനുമായി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ സ്പോൺസേഴ്സിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നതോടൊപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന 2 ദമ്പതികൾക്കും പ്രത്യേകിച്ച് കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളെ റിലീസ് ചെയ്യുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. If you don't like your house today, don't worry, a better house is coming for you up there. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന വീട് ഇഷ്ടമല്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വീട് സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് ഒരുക്കുന്നുണ്ട്. എൻ്റെ ബ്രദറെ, ജൂൺ മാസമാണ് വരുന്നത്, മൺസൂണാണ് വരുന്നത്. എൻ്റെ വീട് മുഴുവൻ ചോർന്നൊലിക്കുകയാണ്. നോ പ്രോബ്ലം, എ വെരി ഗുഡ് മാൻഷൻ ഈസ് പ്രിപ്പയർഡ് there in the Father's house just for you. You reach there, the keys will be given to your hands. നിങ്ങൾക്ക് വേണ്ടി വളരെ മനോഹരമായ, മഴ വന്നാലും ചോർന്നൊലിക്കാത്ത വളരെ മനോഹരമായ ഒരു കൊട്ടാരം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിൽ ആ വീടിന് വേണ്ട താക്കോലുകൾ കർത്താവ് തരാൻ പോവുകയാണ്. Somebody shout hallelujah. എത്ര പേർ സന്തോഷമുള്ളവരുണ്ടെന്ന് കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ? How many of you have the book of Revelation in your Bible? നിങ്ങളുടെ ബൈബിളിൽ റെവലേഷൻ, വെളിപ്പാട് പുസ്തകമുള്ള എത്ര പേരുണ്ട്? You have the book of Revelation in Trichur?
തൃശ്ശൂരിലെ ബൈബിളുകളിൽ വെളിപ്പാട് പുസ്തകമുണ്ടോ? ഒന്ന് നോക്കി തപ്പി നോക്കി ആരെങ്കിലും കൊണ്ടുപോയോ വെളിപ്പാട് പുസ്തകം? ഹൗ മെനി യു ഹാവ് റെഡ് ഇറ്റ്? എത്ര പേർ അത് വായിച്ചിട്ടുണ്ട്? വെളിപ്പാട് പുസ്തകം, ഐ ആം അഫ്രൈഡ് ടു റീഡ് ദാറ്റ്. എന്റെ ബ്രദറെ, വെളിപ്പാടെന്ന് പോലും പറയരുത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവും. കൊമ്പ്, സാത്താന്റെ കൊമ്പ്, സർപ്പം, വാല്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. I don't understand it. അതെനിക്ക് മനസ്സിലാകുന്നില്ല, അത് വായിക്കുന്ന എനിക്ക് പേടിയാണ്. But there is something written about you in the book of Revelation. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങളെ പറ്റി എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. There is something written about your future in the book of Revelation. ആ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങളുടെ ഭാവിയെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. If you read chapter 21, അവിടെ നമ്മൾ 21-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ, chapter 22, അതിന്റെ 22-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ, it is written how you will be living in heaven. അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ ആയിരിക്കും, ആ സ്വർഗം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായി അവിടെ എഴുതിയിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ പറയാമോ? Everything is described there. അവിടെ എല്ലാം വിശദമായി സ്വർഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. After today's meeting, ഇന്നത്തെ മീറ്റിംഗിന് ശേഷം when you go back, നിങ്ങൾ മടങ്ങി പോകുമ്പോൾ first you will enter that road here. ഇവിടെയുള്ള ആദ്യത്തെ വഴിയിൽ, പ്രധാനപ്പെട്ട വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. There is a tarred road. അതൊരു ടാറിട്ട റോഡാണ്. And you will travel that way. നിങ്ങൾ ആ റോഡിലൂടെ നടക്കും. Sometimes you'll walk through sand. നിങ്ങൾ ചിലപ്പോൾ ചില മണ്ണിട്ട മണൽത്തരികളുള്ള സ്ഥലത്തോടെ പോകും. Even this morning I had to polish my shoes ഇന്ന് രാവിലെയും കൂടെ എനിക്ക് എന്റെ ഷൂ പോളിഷ് ചെയ്യേണ്ടി വന്നു. because it was full of dust. കാരണം ഇത് വളരെ പൊടി നിറഞ്ഞിരിക്കുകയായിരുന്നു. Trichure dust. തൃശ്ശൂരിലെ പൊടിയായിരുന്നു ഷൂവിൽ അപ്പടി. But it is not like that in heaven. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. The Bible says, ബൈബിൾ പറയുന്നു, all the streets in heaven is gold. ആ സ്വർഗത്തിലെ എല്ലാ സ്ട്രീറ്റുകളും തെരുവുകളും സ്വർണം കൊണ്ട് ടാറിട്ടിരിക്കുന്നതാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മൊത്തം സ്വർണ്ണമാണ്. പക്ഷെ കടകളിലേ ഉള്ളൂ, ഇവിടെ ഉള്ളൂ, കയ്യിലേ ഉള്ളൂ, അരയിലേ ഉള്ളൂ. പക്ഷേ in heaven all the streets are tarred by gold. സ്വർഗത്തിലെ തെരുവീതികൾ പോലും സ്വർണം കൊണ്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. It is in your Bible. അത് നിങ്ങളുടെ ബൈബിളിലുണ്ട്. And Jesus wants to take you there. യേശു കർത്താവിന് നിങ്ങളെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. Hallelujah. Hallelujah. Many years back, so many Malayalis went to America. ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഒത്തിരി മലയാളികൾ അമേരിക്കയിലേക്ക് പോയി. And when they reached there, അവിടെ അവർ എത്തിച്ചേർന്നപ്പോൾ they had a desire. അവിടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ട്, Somehow എങ്ങനെയെങ്കിലുമൊക്കെ I should bring my brothers and sisters also to America. എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ അമേരിക്കയിലേക്ക് അവർക്ക് കൊണ്ടുപോകണം. So they filed for them. അതുകൊണ്ട് അവരങ്ങനെ അവിടുന്ന് ഫയൽ ചെയ്തു അവർക്ക് വേണ്ടി അവർ ഫയൽ ചെയ്തു. And they waited for 5 years. Some people waited for 10 years. ചിലർ 5 വർഷം, ചിലർ 10 വർഷം അതിനു വേണ്ടി കാത്തിരുന്നു. And finally they were also taken to America. അവസാനം അവരുടെ ബന്ധുക്കൾ കൂടെ അമേരിക്കയിലേക്ക് അവസാനം എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. When we went there for ministry, ഞങ്ങൾ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അമേരിക്കയിൽ എത്തിച്ചേർന്നപ്പോൾ I talked to some people. അവിടെ ഉള്ള ചിലരോട് ഞാൻ സംസാരിച്ചു. Some men told me I was the first one to come to America. ചില സഹോദരന്മാർ പറഞ്ഞു, ഞാൻ ഇവിടെ അമേരിക്കയിലേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യത്തെ വ്യക്തി ഞാനാണ്. But through me I could bring 243 of my relatives. എന്നിലൂടെ 243 എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ബന്ധുക്കൾ ഇവിടെ കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചു. One man went there and he took all his relatives there. ഒരു വ്യക്തി അമേരിക്കയിലേക്ക് ചെന്നു, എന്നിട്ട് അയാളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വന്തക്കാരെ എല്ലാവരെയും അദ്ദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. All people want to go to America because America is a better country. എല്ലാ മലയാളികൾക്കും എല്ലാ ആളുകൾക്കും അമേരിക്കയിലേക്ക് പോകണം. അമേരിക്ക നല്ലൊരു രാജ്യമാണ്. But Jesus says, എന്നാൽ യേശു പറയുന്നു, I am building a better country than America or Australia or England. It is so good. It is called New Jerusalem. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, അമേരിക്കയേക്കാൾ നല്ലത്, ഓസ്ട്രേലിയയേക്കാൾ നല്ലത്, ഇംഗ്ലണ്ടിനേക്കാൾ വലിയ നല്ല ഒരു നഗരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയുകയാണ്. അതിൻ്റെ പേരാണ്
പുതിയ യെരൂശലേം. It is written in your Bible. ഇത് നിങ്ങളുടെ ബൈബിളിൽ അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. In Trishur Bible it is written. തൃശ്ശൂരിലുള്ള ആളുകളുടെ ബൈബിളിലും അത് എഴുതിയിട്ടുണ്ട്. It is about you. അത് നിങ്ങളെ പറ്റിയാണ് പറയുന്നത്. And Jesus says, യേശു കർത്താവ് പറഞ്ഞു, I am going first. ആദ്യമേ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. When I reach there, ഞാൻ അവിടെ എത്തിച്ചേരുമ്പോ I will take each one of you to that country. നിങ്ങളിൽ ഓരോരുത്തരെയും എൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. Because Jesus says, യേശു കർത്താവ് പറയുന്നു, I have purchased you with my blood. ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എൻ്റെ സ്വന്തം രക്തം കൊടുത്തിട്ടാണ്. Not with silver or gold or not with any other currencies of any other country, but with my own life blood. I have purchased you and I am going to take you to my Father's house. യേശു കർത്താവ് പറയുന്നു, ഏതെങ്കിലും രാജ്യത്തിന്റെ ഡോളർ കൊണ്ടോ പണങ്ങൾ കൊണ്ടോ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒന്നും അല്ല ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. എൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ ചോര വിലയ്ക്ക് കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്. അതുകൊണ്ട് ഞങ്ങളെ തീർച്ചയായും ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നന്ദിയുണ്ടെങ്കിൽ കൈയടിക്കും. എത്ര പേർക്ക് നന്ദിയുണ്ട്? കൈകൾ അടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയാൻ തുടങ്ങിയാലോ? ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന യേശുവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. Hallelujah. So these people in the Old Testament, they were baptized in the cloud and they were baptized in the Red Sea. ഈ ജനങ്ങൾ, ഇസ്രായേൽ മക്കൾ, അവർ മേഘത്തിന്റെ കീഴിലും അവർ ജലത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റവരാണ്. And that shows two kinds of baptisms. അത് രണ്ട് തരത്തിലുള്ള സ്നാനത്തെ പറ്റിയാണ് അവർ പറയുന്നത്. One is spirit baptism. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ സ്നാനവും And the second is water baptism. രണ്ടാമത്തെ ജലത്തിലെടുക്കുന്ന സ്നാനവുമാണ്. Somebody shout hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? In verse number 3, all ate the same spiritual food and drank the same spiritual drink, for they drank from the spiritual rock that accompanied them, and that rock was Christ. 3-4 വാക്യങ്ങൾ. എല്ലാവരും ഒരേ ആത്മീക ആഹാരം കഴിക്കുകയും ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു. തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ പാനം ചെയ്തത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. Look at me please. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും Around 3 million people. 30 ലക്ഷത്തോളം ആളുകൾ, all of them, the Bible says, ate the same food. അവരെല്ലാം 30 ലക്ഷത്തോളം വരുന്ന ജനം ഒരേ ഭക്ഷണമാണ് കഴിച്ചത്. ഹലോ. Breakfast, lunch, snacks, dinner, all of them ate same food. ബ്രേക്ക്ഫാസ്റ്റിന്, ഉച്ചഭക്ഷണത്തിന്, വൈകുന്നേരത്തെ സ്നാക്കിന്, രാത്രിയിലെ ഭക്ഷണത്തിന് എല്ലാം അവർ കഴിച്ചത് ഒരേപോലത്തെ ഭക്ഷണമാണ്. If you go to one Israel house, നിങ്ങളൊരു ഇസ്രായേൽ വീട്ടിലേക്ക് പോയാൽ children say, "Mummy, we want dosha today." അവർ പറയും, മമ്മി ഞങ്ങൾക്ക് ഇന്ന് ദോശ വേണം. Mummy will say, "No. മമ്മി പറയും, നോ ദോശയില്ല, only one food." എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ്. Then the son comes and say, "I want noodles." മകൻ വന്നിട്ട് പറയും, എനിക്ക് നൂഡിൽസ് വേണം. Mummy will say, "No, only one food." മമ്മി പറയും, നൂഡിൽസ് ഇല്ല, ഒരു ഭക്ഷണം മാത്രമാണ്. Let's go to the next house. അടുത്ത വീട്ടിലേക്ക് നമുക്ക് പോകാം. And the husband is saying, "Ediye, puttundak." The wife says, "No puttu jeta, no puttu jeta, only one food." അടുത്ത വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേനും ഭാര്യയോട് ഭർത്താവ് പറയും, ഇന്ന് പുട്ടുണ്ടാക്കിത്താന്ന് പറയും. പക്ഷേ ഭാര്യ പറയും, പുട്ടില്ല, ഒരു ഭക്ഷണം മാത്രമാണ് എല്ലാവർക്കും. Let's go to the next house. അടുത്ത വീട്ടിലേക്ക് നമുക്ക് പോകാം. We will have idli today. അവർ പറയാണ്, ഇന്ന് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയേക്കാൻ കഴിക്കാം. The mummy will say, "No way, no idli, only one food." ആ മമ്മി പറയും, ഇഡ്ഡലി ഇന്നില്ല, ഒരു ഭക്ഷണം മാത്രമാണ് നമുക്കുള്ളത്. Take this finger. നിങ്ങളുടെ എല്ലാവരുടെയും ചൂണ്ടുവിരലെടുത്താലും എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഒരേ ആഹാരം. എല്ലാവരും പറഞ്ഞാൽ ഒരേ ആഹാരം. പൊക്കി പിടിച്ചിട്ട് പറ, ഒരേ ആഹാരം. ഒരേ ആഹാരം. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞോ, ഒരേ ആഹാരം. They all ate one same
food. അവരെല്ലാവരും ഒരേ ആഹാരമാണ് കഴിച്ചത്. Hallelujah. Hallelujah. If you go to any church in the world, ഈ ലോകത്തിലെ ഏത് സഭയിലേക്ക് നിങ്ങൾ ചെന്നാലും, you go to Uganda, നിങ്ങൾ യുഗാണ്ടയിലോട്ട് ചെന്നാൽ, you go to Indonesia, നിങ്ങൾ ഇന്തോനേഷ്യയിലോട്ട് ചെന്നാൽ, you go to any other African country, നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഒരു ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് you go to Australia, നിങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് ചെന്നാൽ, all of them have the same Bible. അവിടെ എല്ലാം നമ്മൾക്ക് കാണുവാൻ പറ്റുന്നത് ഒരേ ഒരു ബൈബിളാണ്. Only one Bible. ഒരേ ഒരു ബൈബിളാണ് അവിടെ കാണുന്നത്. Hallelujah. Hallelujah. All of them ate the same food. എല്ലാവരും ഒരേ ഭക്ഷണമാണ് കഴിച്ചത്. I am from Ernakulam. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ്. We have the same Bible there. എറണാകുളത്ത് ഞങ്ങൾക്ക് ഇതേപോലത്തെ ബൈബിൾ തന്നെയാണ്. You are from Trichy. നിങ്ങൾ തൃശ്ശൂരുകാരാണ്. You have the same word of God. നിങ്ങൾക്ക് അതേപോലത്തെ ബൈബിൾ തന്നെയാണ്. Same spiritual food. ഒരേ ആത്മീകമായ ആഹാരമാണ്. So this happened as a shadow in the Old Testament. ഇത് നടന്നത് പഴയ നിയമത്തെ കാലത്തെ ഒരു നിഴൽ പോലെയാണ്. So today എന്നാൽ ഇന്ന് we have the same spiritual food, the word of God. ഇന്ന് നമ്മൾക്ക് ഒരേപോലത്തെ ആത്മീകമാഹാരമായ ദൈവത്തിന്റെ വചനമുണ്ട്. Somebody say hallelujah. എത്ര പേർ ഒരു ഹല്ലേലൂയ പറയും? Hallelujah. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. My brothers, my sisters, all of us, we are having the same spiritual manna today. എൻ്റെ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഒരേ ആത്മീകമായ ആഹാരമാണ്, ദൈവത്തിന്റെ വചനമാണ്. White or black or yellow or red, whatever your complexion, doesn't matter. Whatever your race, doesn't matter. Whatever your nationality, doesn't matter. The Heavenly Father has given us same spiritual food all over the world. കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ഏത് രാജ്യക്കാരനാകട്ടെ ഏത് വ്യക്തിയാകട്ടെ ദൈവം, സ്വർഗീയമായ ദൈവം നമുക്ക് നൽകുന്നത് ഒരേ ആത്മീകമായ ഭക്ഷണമാണ്. Hallelujah. ഹല്ലേലൂയ. That means all of us, we have only one Father. അതിന്റെ അർത്ഥം എന്നുള്ളവർ നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു അപ്പനേ ഉള്ളൂ. And all of us, we have only one kitchen. നമുക്ക് എല്ലാവർക്കും ഒരു കിച്ചന്, അടുക്കളയേ ഉള്ളൂ. Oh, one kitchen. The supply is coming from one pantry. നമുക്ക് കിട്ടുന്ന ആഹാരം വരുന്നത് ഒരേ സ്ഥലത്തു നിന്നാണ്. Hallelujah. Hallelujah. That means all of us, we are brothers and sisters. കാരണം നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. Hallelujah. Hallelujah. ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് സിന്ധു എന്നാണ്. തനിക്കും തൻ്റെ ഭർത്താവായ ബിജുകുമാർ അദ്ദേഹത്തിനും ജീവിതത്തിൽ ദൈവം ചെയ്ത 2 കാര്യങ്ങൾ. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ ഭർത്താവിന് വിദേശത്തേക്ക് പോകാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, വിസയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലായിരുന്നു. ഇവർ ചെയ്തത് എറണാകുളത്തുള്ള പ്രാർത്ഥനാ സ്ഥലത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ പ്രെയർ ഹോൾ സെൻറ്ററിൽ ഒരു ലെറ്റർ അയച്ചായിരുന്നു. എൻ്റെ ഭർത്താവ് അവിടെ ആയിരുന്നു, ദുബായിലാണ്. വിസ തീർന്ന് വളരെയധികം പ്രോബ്ലം ആയിരുന്നു. നാട്ടിലേക്ക് വരികയാണ്, ഇനി വിസ ക്യാൻസൽ ചെയ്തിട്ട് തന്നെ വരാൻ പറ്റും, പുതുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ആ നിമിഷം ഞാൻ പ്രെയർ ഹോൾ സെൻറ്ററിലേക്ക് ഒരു ലെറ്റർ അയച്ചായിരുന്നു. ആ ലെറ്റർ എനിക്ക് ബ്രദർ തിരിച്ച് മറുപടി വന്നു, ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, നിങ്ങളുടെ ഭർത്താവിന് വിസ പുതുക്കി തന്നെ ദൈവം തരുമെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഒരു പുതിയ വിസയ്ക്ക് വേണം. പക്ഷേ ബ്രദർ ആ ലെറ്ററിൽ എഴുതിയിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. ഒരു പുതിയ വിസ പുതുക്കി തന്നെ എൻ്റെ ഭർത്താവിന് ലഭിച്ചു. തിരിച്ചു വന്നില്ല, ഇപ്പോഴും അവിടെ ജോലി തുടരുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു, നാട്ടിലേക്ക് പോയിക്കോ മോനെ എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് പോകാൻ സമയമായിട്ടില്ല, നിൻ്റെ ഭാര്യ അവിടെയുണ്ട്, കുടുംബം അവിടെയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെ നീ ഇനിയും നോക്കണം, നിന്നോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ദൈവം അതനുസരിച്ച് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അത് മാത്രമല്ല, തനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ചെയ്തത് അതിനും നേരെ അങ്ങോട്ട് വിളിക്കുകയാണോ ചെയ്തത്? കാട്ടാക്കട ബ്ലസ്ഡ് ആരാധനയ്ക്ക് വന്നായിരുന്നു. ഇതേപോലെ ആരാധന വന്നപ്പോൾ എനിക്ക് തുമ്മലാണ് മെയിൻ. ഞാൻ മൂക്കിൽ സ്പ്രേ ചെയ്യുമായിരുന്നു, ദിവസവും സ്പ്രേ ചെയ്തിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇൻഹേലറൊക്കെ അടിച്ചിട്ടാണ് കിടക്കുന്നത്. അത് ആരാധനയ്ക്ക് വന്നതിന് ശേഷം ഞാൻ മൂക്കിൽ മരുന്ന് ഒഴിക്കാറില്ല, മരുന്ന് സ്പ്രേ ചെയ്യാറില്ല. എനിക്ക് സുഖം ലഭിച്ചു പൂർണ്ണമായി. എത്ര നാളുണ്ടായിരുന്നു ശ്വാസം മുട്ടൽ? തുടങ്ങിയിട്ട് ഒരു 5 വർഷമാവും. 5. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പോഴേ 35 വയസ്സ്. 30 വയസ്സിൽ തുടങ്ങിയത്. ചെറുപ്രായത്തിൽ രോഗിയായി കഴിയാൻ കർത്താവ് അനുവദിച്ചില്ല. സിസ്റ്റർ, ഇതാ സത്യം.
തൻ്റെ കുഞ്ഞുങ്ങൾ രോഗിയായി കഴിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതായത് രോഗം മാത്രമല്ല, സാമ്പത്തികമായും കുടുംബത്തിൻ്റെ ഭദ്രതയും യേശു കർത്താവ് തരും. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുന്നു ഈ വലിയ 2 സാക്ഷ്യങ്ങൾക്കായി. ഇത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഇനിയും ഇവർ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. അനേകരെ യേശുവിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യങ്ങൾ നിലനിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെയും. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആയിരക്കണക്കിന് പേരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുകയും അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുകയും ചെയ്തെങ്കിൽ, ഇന്ന് നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ സമാധാനമില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ മനക്ലേശങ്ങളും പ്രശ്നങ്ങളും നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടവരുടെ ഉള്ളിൽ ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത, എടുത്തുകളയുവാൻ കഴിയാത്ത സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അങ്ങ് പകരണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ചില വ്യക്തികളെ, ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഈ നിമിഷം മുതൽ ആ ശരീരത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഹാർട്ടിൻ്റെ വാൽവുകൾ ബ്ലോക്കുള്ള, ആ വാൽവുകളിൽ ബ്ലോക്കുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഈ നിമിഷം മുതൽ അവർ അനുഭവിക്കുവാൻ തുടങ്ങട്ടെ. അതുപോലെ ലങ്സുകൾക്ക്, ശ്വാസകോശങ്ങൾക്ക് തകരാറുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ഹെർണിയ രോഗമുള്ളവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗമുള്ളവർ സൗഖ്യമാകട്ടെ. അതുപോലെ രക്തസമ്മർദ്ദം ഭയങ്കരമായി ഉയർന്നിരിക്കുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. നവീൻ എന്നു പേരുള്ള ഒരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് BP-യുടെ പ്രശ്നം മൂലം വളരെ പ്രയാസപ്പെടുന്ന നവീൻ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ക്യാൻസർ ബാധിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്ന ഒരു പ്രശ്നം, ഷുഗർ, ശരീരത്തിൽ ഷുഗർ ഭയങ്കരമായി കൂടിയിട്ട് ആന്തരാവയവങ്ങളെ അത് ബാധിച്ച് പല അവയവങ്ങളും പ്രവർത്തിക്കുന്നില്ല. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പല വർഷങ്ങൾ പിന്നിട്ടിട്ടും പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടും കുഞ്ഞുങ്ങൾ ഇതുവരെ ഇല്ലാത്ത ദമ്പതികളുടെ മേൽ കർത്താവേ, നിൻ്റെ കരം വെച്ച് അവർക്ക് അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു കർത്താവേ, നിൻ്റെ വിടുതലുകൾ അതുപോലെ കൽപ്പിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തോടടുത്ത് ആറ്റിങ്ങലിലും ശനിയാഴ്ച കറുകച്ചാലിലുമാണ്, കോട്ടയം ജില്ലയിൽ. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും വന്ന് പങ്കെടുക്കാവുന്ന എല്ലാവരും തന്നെ വരണം. വ്യക്തിപരമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർന്ന് കാണുന്ന ഒരു വലിയ സന്തോഷമാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ എന്താണ്, അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്, രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണ് എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. കുട്ടികളെല്ലാം, വിദ്യാർത്ഥികളെല്ലാം സ്കൂളിലും അതുപോലെ കോളേജിലൊക്കെയും പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിന്നേഴ്സ് ഫാക്ടറി എന്ന ഈ പുസ്തകം കരസ്ഥമാക്കുവാൻ ഞാൻ നിങ്ങളോട്
എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, വിദ്യാർത്ഥികൾ തീർച്ചയായും ഇതൊരു സ്പിരിച്വൽ ബുക്ക് അല്ല. അനേക വർഷങ്ങൾ ഞാൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ അവലംബിച്ചിരുന്ന ചില മെത്തേഡുകൾ അതെല്ലാം ചേർത്ത് ഇണക്കി ഇൻസ്പിറേഷണൽ സ്റ്റോറീസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടൊരു പുസ്തകമാണ് വിന്നേഴ്സ് ഫാക്ടറി. വിജയികളുടെ ഒരു ഉൽപാദനശാലയായി ഇത് മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ അധ്യയന വർഷത്തിൻ്റെ അവസാനമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച പലർക്കും ഉയർന്ന ഗ്രേഡുകൾ ലഭിച്ചു എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കുവാനിടയായി. ഇത് ആവശ്യമുള്ള അധ്യാപകർ, മാതാപിതാക്കന്മാർ, അതുപോലെ വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ഇത് നൽകി ചില സ്പെഷ്യൽ പീരീഡുകളിൽ ഇതിൻ്റെ സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുവാൻ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണിത്. കർത്താവ് ധാരാളമായി നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇന്ന് ഈ TV പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. ഈ സമയത്ത് എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം കാണുവാൻ അവരോട് അഭ്യർത്ഥിക്കുക. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ അന്വേഷണത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: സക്കറിയാവിന്റെ വീട്ടിൽ ചെന്ന് എലിസബത്തിനെ വന്ദിച്ചതാര്? Who visited Zacharias' house and greeted Elizabeth? Options: A. Esther, B. Maria, C. Miriam, D. Magdalena Mariam. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് ഓയിൽ ബുക്സ് ആണ്.